ഇനി നമുക്ക് 3 ചെയിൻ വരുന്ന, നമ്മൾ നേരത്തെ കഴിഞ്ഞ തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയത് 2 ചെയിൻ ഉള്ളതാണ് അല്ലേ, 2 ശാഖകളുള്ളതാണ് നമ്മൾ ചെയ്തത്. ചെയിനല്ല, ബ്രാഞ്ചസ്, ശാഖകളുള്ളതാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് 3 ശാഖകൾ അല്ലെങ്കിൽ 3 ബ്രാഞ്ചസ് ഉള്ളതാണ്. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, CH3 CH2 CH3 CH CH2 CH CH CH3 3 ബ്രാഞ്ചുകളുണ്ട്. സോ ആദ്യം നമുക്ക് അവരൊന്ന് സെപ്പറേറ്റ് എടുത്ത് എഴുതാം. എഴുതിയതിനു ശേഷം നമുക്ക് ചെയ്യാം. ഓക്കെ, എഴുതുന്ന സമയത്ത് CH3 CH CH2 CH ദെൻ വീണ്ടും ഒരു CH പിന്നെ ഒരു CH3 അല്ലേ. അതിൽ ഇവിടെ ഒരു CH3 വരുന്നുണ്ട്, ഇവിടെ ഒരു CH3 വരുന്നുണ്ട്, ദെൻ ഇവിടെ ഒരു CH3 വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. സോ ഇതിന് നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് 3 ശാഖകളുണ്ട്. ഇവിടെ ഒരു ശാഖ, ഒരു ബ്രാഞ്ച്, 2 ബ്രാഞ്ച്, 3 ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ 2 ബ്രാഞ്ച് ഉള്ളത് നമുക്കറിയാവേ. ഇപ്പോൾ 3 ബ്രാഞ്ച് ഉള്ളത് നോക്കാം. സെയിം പരിപാടി, നെയിം കൊടുക്കണം. നമുക്കറിയാം ഇവിടെ നിന്ന് നെയിം കൊടുക്കാം, ഇവിടെ നിന്ന് നെയിം കൊടുക്കാം. സോ നെയിം കൊടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഇവിടെ നെയിം കൊടുക്കാം. 1 2 3 4 5 6. അതേപോലെ താഴെ നിന്ന് കൊടുക്കാവേ. 1 2 3 4 5 6. ഓക്കെ, ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ 2 ഒരു ചെയിനുണ്ട് ഇല്ലേ, അല്ലടാ. പിന്നുള്ളത് 2 ഒരു ചെയിനുണ്ട്, പിന്നുള്ളത് 4-ാമത്തേലാണ് ഒരു ചെയിൻ, പിന്നെ 5-ാമത്തേലാണ് ചെയിൻ. സോ 2-ലും 4-ലും 5-ലുമാണ് മോളിൽ എഴുതുമ്പോൾ ചെയിൻ വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതുന്ന സമയത്ത് 2-ലൊരു ചെയിൻ വരുന്നുണ്ട്, 3-ലൊരു ചെയിൻ വരുന്നുണ്ട്, പിന്നെ അതിൽ 5-ലൊരു ചെയിൻ വരുന്നുണ്ട്. ഇത് 2 എടുത്താൽ ഏതാളാ ചെറുത്? ഇവിടെ 2 4 5 ആണ്, ഇവിടെ 2 3 5 അല്ലേ. സോ ഇതല്ലേ ചെറുത്? നമ്മൾ റൂൾ അനുസരിച്ച് ബ്രാഞ്ച് വരുന്ന അല്ലെങ്കിൽ ശാഖ വരുന്ന കാർബണാറ്റത്തിൻ്റെ നമ്പർ ചെറുതായിരിക്കണം. അപ്പോൾ ഇവിടെയാണ് കാർബണാറ്റത്തിൻ്റെ നമ്പർ എന്ത് ചെയ്യുന്ന ചെറുത് വരുന്നത്. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചെയിൻ എടുക്കാൻ അല്ലെങ്കിൽ നമ്പർ കൊടുക്കാൻ. അപ്പോൾ നമുക്ക് മുകളിലത്തെ അങ്ങ് മായ്ക്കാം. മുകളിലത്തെ ഇതങ്ങ് പോട്ടെ. ഓക്കെ, ഇതങ്ങ് പോട്ടെ. ഇനി നമുക്ക് പേര് കൊടുക്കാം. പേര് കൊടുക്കുന്ന സമയത്ത് ആദ്യം ആലോചിച്ചോ, നമുക്കറിയാം ആദ്യം ഏതൊക്കെ ചെയിൻ ഉണ്ടാ? 2-ലൊരു ചെയിനുണ്ട്, 3-ലൊരു ചെയിനുണ്ട്, പിന്നെ ഉള്ളത് 5-ലാണ് 2 3 5. എന്നിട്ട് വേണം ഹൈഫൻ ഇടാൻ, കാരണം ഇവിടെ 3 ചെയിനുണ്ട്. സോ 3 നമ്പേഴ്സ് എഴുതിയാൽ 3 ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ചിന് എപ്പോഴും ചെയിൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചാണ് കേട്ടോ, ബ്രാഞ്ചാണ്. 2 3 5 നമ്മുടെ നമ്പർ. 3 ബ്രാഞ്ചുകളുണ്ട്, 3 ബ്രാഞ്ചുകളുടെ നമ്പർ എടുത്ത് എഴുതണം. 2 3 5 ദെൻ ഹൈഫൻ ഇടുക. ഇനി ഏതൊക്കെയാണ് നമ്മളെ ബ്രാഞ്ച്? CH3 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 3 CH3 ആണല്ലേ. CH3 ആണെങ്കിൽ നമുക്കറിയാം മീഥൈൽ എന്നാണല്ലേ. മീഥൈൽ എന്നല്ലേ എഴുതാനുള്ള. ഓക്കെ, മീഥൈൽ എന്നാണ് എഴുതാനുള്ള. ഓക്കെ, നമ്മൾ നേരത്തെ 2 മീഥൈൽ വന്നപ്പോൾ ഡൈ മീഥൈൽ എഴുതി. ഇവിടെ 3 മീഥൈലില്ലേ, അപ്പോൾ ട്രൈ മീഥൈൽ. ഓക്കെ, ട്രൈ മീഥൈൽ. ഇനി എന്താണ് നമ്മളെ കോമ്പൗണ്ട്? 1 2 3 4 5 6. മെയിൻ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ 6 കാർബണാറ്റം ഉള്ളതാണ്. 6 കാർബണാറ്റം ഉണ്ടെങ്കിൽ ഹെക്സ്, എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ, ഹെക്സേൻ. സോ 2 3 5 ട്രൈ മീഥൈൽ ഹെക്സേൻ. ഇത് തന്നെയല്ലേ ആൻസർ. 2 3 5 ട്രൈ മീഥൈൽ ഹെക്സേൻ. സോ ഇതാണ് പരിപാടി. ഓക്കെ, അപ്പം 3 ചെയിൻ 3 ബ്രാഞ്ച് വന്ന വീണ്ടും 3 ബ്രാഞ്ച് വന്ന ഇതാണ് രീതി അല്ലേ. ഇനി നമുക്ക് വേറെ ഒരെണ്ണം ചെയ്ത് നോക്കാം. സെയിം പരിപാടി തന്നെ കാണും. ഇവിടെ 2. ഓക്കെ, ഇവിടെ 2 ചെയിൻ ഉള്ളതാണ് കൊടുത്തേക്കുന്നത്, 2 ബ്രാഞ്ച് ഉള്ളതാണ് കൊടുത്തേക്കുന്ന. ഓക്കെ, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇത് തുടങ്ങാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് പേരെങ്ങനെ കൊടുക്കും? സിമ്പിൾ, നമ്മൾ ചെയ്യുന്ന സെയിം പരിപാടി. ഇവിടെ നിന്ന് പേര് കൊടുത്താൽ 1 2 2-ാമത്തേൽ വരും. ഇവിടെ നിന്ന് കൊടുത്താൽ 1 2 3-ാമത്തേലേ വരും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പേര് കൊടുക്കാനുള്ള 1. അപ്പോൾ ഇവിടെ നിന്നാണ് പേര് കൊടുക്കാനുള്ള 1 2 3 4 5 6. ഓക്കെ, 2-ാമത്തേലല്ലേ നമ്മുടെ ശാഖ കിടക്കുന്ന. സോ 2. പിന്നെ ഏതിലുണ്ട്? 4-ലുണ്ട് 2 4 ഹൈഫൺ. 2 മീഥൈൽ തന്നെ, 2 മീഥൈലില്ലേ. സോ ഡൈ മീഥൈൽ. ഇനി നമ്മുടെ മെയിൻ ചെയിൻ്റെ പേരെന്താണ്? 1 2 3 4 6 കാർബണാറ്റം ഉണ്ട്. ഹെക്സേൻ. ക്ലിയർ അല്ലേ? ഇനി താഴത്തെ ഇതും കൂടെ ചെയ്തിട്ട് പോവാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൺഫ്യൂസിങ് ക്വസ്റ്റൻ ആണ് കേട്ടോ. കാരണം ഇത് മെയിൻ ചെയിൻ എങ്ങനെ എടുക്കൂടാ? ഇങ്ങനെ മെയിൻ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ
ഇങ്ങനെയാണ് മെയിൻ ചെയിൻ എടുക്കുന്നതെങ്കിൽ ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 അല്ലേ? പക്ഷേ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയിൻ എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 വരൂലേ? അപ്പോഴല്ലേ കാർബൺ ആറ്റത്തിന് എണ്ണം കൂടുതൽ വരുന്നത്. അപ്പോൾ എങ്ങനെ വേണം എടുക്കാൻ? ഇങ്ങനെ വേണം എടുക്കാൻ കേട്ടോ, ഇങ്ങനെ വേണം എടുക്കാൻ, ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് നമ്പർ കൊടുക്കാം. നമ്പർ കൊടുക്കുന്ന സമയത്ത് ഇത് രണ്ടുമാണ് അപ്പോൾ നമ്മളെ ചെയിൻ വരുന്നത്. ഇതുമാണ് നമ്മളെ ചെയിൻ, ഇതുമാണ് നമ്മളെ ചെയിൻ. ഇവിടെ നിന്നാണെങ്കിൽ 1 2 3 വരും, ഇവിടെ നിന്നാണെങ്കിൽ 1 2 3 വരും. എവിടെ നിന്നായാലും കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം 1 2 3 4 5 അല്ലേ? 1 2 3 4 5 3 ചെയിൻ വരുന്ന. ഇവിടെ ഒന്ന് ആലോചിച്ചോ, 3 ഒരു ബ്രാഞ്ച് 3 തന്നെ, ഒരു ശാഖ 3 തന്നെ, രണ്ടാമത്തെ ശാഖയായി തന്നെ 3 തന്നെ. അപ്പോൾ 3 3 അല്ലേ? ഇപ്പോൾ 2 ശാഖയുണ്ട്. 2 ശാഖയും ഒരേ കാർബൺ ആറ്റത്തിൽ തന്നെയാണെങ്കിൽ 2 തവണ നമ്പർ എഴുതണം. കാരണം നമുക്ക് 2 ശാഖയുണ്ടെന്ന് കാണിക്കണം, 2 ബ്രാഞ്ച് ഉണ്ടെന്ന് കാണിക്കണം. അതിന് 2 തവണ 3 എഴുതണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ 2 ശാഖയും ഈ CH3 2 കിടക്കണത് തന്നെ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെ എന്നും പറഞ്ഞ് ഒരു തവണ മാത്രം 3 എഴുതല്ലേ, 2 തവണയും 3 എഴുതണം. ആദ്യത്തെ 3, 3 തന്നെ ഹൈഫൺ. ഇനി നമ്മുടെ മെയിൻ എന്താണ് ശാഖ കിടക്കുന്ന? മീതൈൽ അല്ലേ, 2 എണ്ണം ഇല്ലേ? അപ്പോൾ ഡൈമീതൈൽ. ഇനി മെയിൻ കോമ്പൗണ്ടിൻ്റെ പേര് 1 2 3 4 5 5 എണ്ണം ആണെങ്കിൽ പെൻറ്റ് അല്ലേ? പെൻറ്റ്. സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളൂ, പെൻറ്റ്. ആൻസർ 3 3 ഡൈമീതൈൽ പെൻറ്റ്. ക്ലിയർ അല്ലേ? ഇത് ഇനി ഒരു കേസ് റിവൈസ് ചോദിക്കും. ഇത് ഇവിടെ നമുക്ക് ഓക്കെ, നമുക്ക് കോമ്പൗണ്ടിൻ്റെ പേര് പറയുന്നുണ്ട്, നമ്മൾ ബ്രാഞ്ച് വരയ്ക്കണം. ഇത് 2 രീതിക്കും ചോദിക്കും കേട്ടോ, തിരിച്ചും ചോദിക്കും, നമുക്ക് 2 രീതിക്കും തിരിച്ചും മറിച്ചും ചോദിക്കും. സോ ഇവിടെ ആൻസർ ഉള്ള 2 2 3 ട്രൈ മീതൈൽ പെൻറ്റേൻ ആണ്. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം ആലോചിക്കാനുള്ള ഇവിടെ നിന്ന് വേണം നിങ്ങൾ തുടങ്ങാൻ. ഇത് ചെയ്തു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ അറ്റത്ത് നിന്ന് വേണം തുടങ്ങാൻ അല്ലേ? ഈ അറ്റത്ത് ആരാണ് കിടക്കണമെന്ന് നോക്കണം. ഈ അറ്റത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങറ്റത്ത് വേണം തുടങ്ങാൻ. എവനിൽ നിന്ന് വേണം തുടങ്ങാൻ. പെൻറ്റേൻ. അപ്പോൾ എത്ര കാർബൺ ആറ്റം ഉള്ളതാണ് പെൻറ്റേൻ? 5 കാർബൺ ആറ്റം ഉള്ളതാണ്. 1 2 3 4 5. ഓക്കെ, ഏനല്ലേ, ANH അവസാനിക്കുന്ന. അപ്പോൾ ബോണ്ട് എത്രയേ ഉള്ളൂ? സിംഗിൾ ബോണ്ടേ ഉള്ളൂ. ഓക്കെ, ഇനി 2 2 3 രണ്ടാമത്തേലും മൂന്നാമത്തേലുമാണ് ബ്രാഞ്ച് കിടക്കുന്നത്, അല്ലെങ്കിൽ ശാഖ കിടക്കുന്നത്. സോ ഞാൻ ഇവിടെ നിന്ന് നമ്പർ ഇടുന്ന കണക്ക് മനസ്സിൽ നിന്ന് ആലോചിക്കുകയാണ്, ഞാൻ ഇവിടെ നിന്നാണ് നമ്പർ ഇട്ടത് എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കാർബൺ ആറ്റം ഇതാണ്. അവിടെ 2 ശാഖയുണ്ടെന്ന് പറയുന്നത്, 2 2 കിടക്കുന്നത്. സോ 2 അടുത്ത് ശാഖയുണ്ട്. പിന്നെ മൂന്നാമത്തേലാണ് എൻ്റെ ശാഖ കിടക്കുന്നത്. ഓക്കെ, കിടക്കുന്ന ശാഖ ഏതാടാ? മീതൈലാണ് അല്ലേ? മീതൈലല്ലേ? അപ്പോൾ ഇവിടെ ഒരു CH3 ആണ്, ഇവിടെ ഒരു CH3 ആണ്, ഇവിടെ ഒരു CH3 ആണ്. ക്ലിയർ അല്ലേ? ഇനി തുടക്കം എപ്പോഴും CH3 തന്നെ ആയിരിക്കും. കാരണം ഒരു കാർബണ് മാക്സിമം 4 ബോണ്ട് ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. ഇവിടെ ഈ കാർബണും കൂടെ ഒരു ബോണ്ട് ഉണ്ടാക്കി, ഒരു ബോണ്ട് തീർന്ന് ബാക്കി 3 ബോണ്ടും കൂടെ കാർബൺ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആ 3 ബോണ്ടിൽ ആര് വന്ന്? 3 ഹൈഡ്രജൻ വന്നു. സോ ഇവിടെ ഒരു ബോണ്ടുണ്ട്, ഇവിടെ ഒരു ബോണ്ടുണ്ട്, ഇവിടെ ഒരു ബോണ്ടുണ്ട്, ഇവിടെ ഒരു ബോണ്ടുണ്ട് ഇല്ലേ? ഈ കാർബണും തമ്മിൽ ബോണ്ടില്ലേ? ഇനി ഇവിടെ ഹൈഡ്രജൻ വരുമോ? വരൂല. കാരണം ഓൾറെഡി അവന് 4 ബോണ്ട് കാർബൺ ഉണ്ടാക്കി. അവന് ഇനി ഹൈഡ്രജനെ ബോണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബോണ്ട് ഉണ്ടാക്കാൻ ആർക്ക് പറ്റൂല? കാർബണ് പറ്റത്തില്ല. സോ മാക്സിമം 4 പറ്റും. ഈ കാർബൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോണ്ടുണ്ട്, ഇവിടെ ഒരു ബോണ്ടുണ്ട്, ഇവിടെ ഒരു ബോണ്ടുണ്ട്. ഓക്കെ, ഇപ്പം 3 ബോണ്ടായില്ലേ? ഇനി ഒരു ബോണ്ട് കൂടെ ഉണ്ടാക്കാം, അവിടെ ഒരു ഹൈഡ്രജൻ വന്നു. ക്ലിയർ അല്ലേ? ഇനി ഇതിവിടെ ഒരു ബോണ്ടായി, ഇനിയാണ് 2 ബോണ്ട് കൂടെ ഉണ്ടാക്കാം. സോ 2 ഹൈഡ്രജൻ അവിടെ വന്നു. ഇവിടെ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. സോ കാർബൺ ഇനിയും 3 ബോണ്ട് ഉണ്ടാക്കാം. സോ ഇവിടെ CH3. ഇതാണ് നമുക്ക് വേണ്ട കോമ്പൗണ്ട്. കത്തിയ ഒന്നുകൂടെ ചെയ്യാം, ഒരു ദിവസം കൂടെ ചെയ്യാം. അപ്പം കറക്റ്റ് ഐഡിയ മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ഇത് എഴുതാം. 3 3 ഡൈമീഥൈൽ ഹെക്സേൻ എഴുതാം. 3 3 ഡൈ ഈഥൈൽ ഹെക്സേൻ അല്ലേ? ഹെക്സേൻ ആണ് അല്ലേ?
അപ്പം ഹെക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6 കാർബൺ ആറ്റം വരും. 1 2 3 4 5 6 കാർബൺ ആറ്റം വരുന്ന ആളാണ് ഹെക്സ്. ഇനി ഡൈ ഈതയിൽ 2 ഈതയിൽ എവിടെയോ ഉണ്ട്. ഓക്കെ, 2 ഈതയിൽ ഞാൻ ഇവിടെ നിന്ന് നമ്പർ ഇട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്പർ ഇടുമ്പോൾ ഇതാണ് രണ്ടാമത്തെ കാർബൺ ആറ്റം. അപ്പോൾ ഇവിടെ ഒരു ഈതയിൽ വരും, ഇവിടെ ഒരു ഈതയിൽ വരും. ഈതയിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, CH2 CH3 ആണ്. ഈതയിൽ എന്ന് പറഞ്ഞാൽ CH2 CH3 ആണ്, അതല്ലേ ഈതയിൽ. ഓക്കെ, ഇനി ബാക്കി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ ഈ കാർബൺ എന്താ ഫസ്റ്റ് ഇവിടെ നമുക്ക് തുടങ്ങാം. ഇവിടെ കാർബൺ, ഈ 2 കാർബണായിട്ടൊരു ബോണ്ട് ഓൾറെഡി ഉണ്ട് ഇല്ലേ? ഇത് രണ്ടും തമ്മിൽ ബോണ്ട് എന്തായാലും കാണും. അപ്പോൾ ഒരു ബോണ്ടും നഷ്ടപ്പെട്ടു. ഇനി അവന് ബാക്കി എത്ര ബോണ്ടുണ്ട്? മാക്സിമം 4 ഉള്ളൂ. ഒരെണ്ണം നഷ്ടപ്പെട്ട് ബാക്കി 3 എണ്ണം. സോ അവിടെ 3 ഹൈഡ്രജൻ കയറി. ഈ കാർബൺ എവനായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കി, ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കി, ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കി, ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കി. സോ ഓൾറെഡി അവന് 4 എണ്ണം കഴിഞ്ഞ്. അവന് ഹൈഡ്രജനെ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്പേസ് അവനില്ല. ഇനി ഈ കാർബണ് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കി, ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കി. ഓക്കെ, 2 ബോണ്ടായി. ഇനി അത് 2 എണ്ണം കൂടെ ചെയ്യാൻ പറ്റും. സോ H2. ഇനി ഈ കാർബണ് സെയിം പരിപാടി. ഇവിടെ ഒരു ബോണ്ടുണ്ട്, ഇവിടെ ഒരു ബോണ്ടുണ്ട്. 2 എണ്ണം തീർന്ന് ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. ഇതും സെയിം. ഇവിടെ ഒരു ബോണ്ടുണ്ട്, ഇവിടെ ഒരു ബോണ്ടുണ്ട്, ബാക്കി 2. ഈ കാർബൺ ഇവിടെ മാത്രമേ ഒരു ബോണ്ടുള്ളൂ. സോ ഇനി ഒരു 3 ബോണ്ട് കൂടെ ഉണ്ടാക്കാം. സോ H3. സോ ഇതാണ് നമുക്ക് വേണ്ട കോമ്പൗണ്ട്. സോ തിരിച്ചും ചോദിക്കാറുണ്ട്. നമ്മൾ പേര് കൊടുത്ത് സ്ട്രക്ചർ വരയ്ക്കുന്നത് പോലെ തന്നെ സ്ട്രക്ചർ കൊടുത്ത് പേര് എഴുതാനും ചോദിക്കാറുണ്ട്. രണ്ടും ചോദിക്കാറുണ്ട്. സോ ഇതോടുകൂടി നമ്മുടെ ആൽക്കെയിൻ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടുള്ള ആൾക്കാരെ നെയിമിങ് കംപ്ലീറ്റ് തീർന്നു. നമ്മൾ മെയിൻ ചെയിൻ്റെ മാത്രം പേരെഴുതാൻ പഠിച്ചു. ഒരു ബ്രാഞ്ച്, ഒരു ശാഖയുള്ളത് നമ്മൾ പഠിച്ചു. 2 ശാഖയുള്ളത് പഠിച്ചു. 3 ശാഖയുള്ളത് പഠിച്ചു. അതേപോലെ പേര് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ വരയ്ക്കാൻ അല്ലെങ്കിൽ തിരിച്ചവരെ പടം വരയ്ക്കാനും നമ്മൾ പഠിച്ചു. ഇതോടുകൂടി ആൽക്കെയിൻ എന്ന് പറയുന്ന സെക്ഷൻ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺ സെക്ഷൻ ഇതോടുകൂടി തീർന്നു. ഇനി നമുക്കുള്ള സെക്ഷൻ എന്ന് പറയുന്ന ഡബിൾ ബോണ്ട് ഉള്ളതിൻ്റെ പേര് കൊടുക്കുന്നതും ട്രിപ്പിൾ ബോണ്ട് ഉള്ളതിന് പേര് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 2 ബന്ധനമുള്ളതിനും 3 ബന്ധനമുള്ളതിനും പേര് കൊടുക്കുന്ന പരിപാടിയാണ് ഇനി നമുക്കുള്ളത്. ആ 2 പേരും കൊടുക്കുന്ന, ആ പേര് കൊടുക്കുന്ന എളുപ്പമാണ് കേട്ടോ. അതും കൂടെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നാമകരണം ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ്ലി തീരും. ഓക്കെ, അപ്പോൾ ആ പാഠത്തിൻ്റെ പകുതി സെക്ഷൻ ഓൾമോസ്റ്റ് തീരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്ക് ഇതുവരെയുള്ള നിങ്ങൾ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊള്ളണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, പേര് കൊടുക്കുന്ന രീതി, ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്ന വരെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ, സ്പാർക്ക് കിട്ടും. സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. നമുക്ക് എല്ലാത്തിനും ഈസിയായി നെയിം ചെയ്യാൻ പറ്റും. സോ അടുത്ത സെക്ഷൻ നമ്മുടെ ആൽക്കീനും ആൽക്കൈനും നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാം, ബാക്കി നോക്കാം.